എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ഡിഷാണ്. അതായത് ഒരു ഒണിയൻ ഊത്തപ്പം. ഒണിയൻ ഊത്തപ്പം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മിക്സ്ഡ് വെജിറ്റബിൾ കൊണ്ട് ഒരു ഊത്തപ്പവും പിന്നെ അതിനുള്ള ഒരു ചട്നിയുമാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചട്നിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് സവാള ഇതേപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കൊത്തമല്ലി, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചട്നി റെഡിയാക്കി കൊണ്ടുവരാം. നമുക്ക് ചട്നി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ആദ്യം ഇങ്ങനത്തെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഫ്രഷ് തേങ്ങ കിട്ടിയിട്ടില്ല കേട്ടോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ചെറിയ നുള്ള് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളിലേക്ക് നമുക്ക് ലേശം വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ലേശം വെള്ളം ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ചട്നി റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും താളിച്ചിടാം. ഇപ്പൊ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഊത്തപ്പം റെഡിയാക്കാനുള്ള സാധനങ്ങൾ, പച്ചക്കറി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു സവാള ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മാവിന്റെ പരുവം, ഇത് ഇഡ്ഡലി മാവ് പോലെയല്ല കേട്ടോ. അതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തില്, ഇഡ്ഡലി മാവിന്റെ അടുത്ത പരുവത്തിലേക്കാണ് നമ്മൾ ആക്കേണ്ടത്. അപ്പൊ മാത്രമേ ഊത്തപ്പം നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് വരുള്ളൂ. ഇതില് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഞാനിവിടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചക്കറി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ ക്യാപ്സിക്കം ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇങ്ങനത്തെ ദോശക്കല്ല് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ നമ്മൾക്ക് ഇത് പരത്താനായിട്ട്, കാരണം ഊത്തപ്പം എന്ന് പറയുമ്പോൾ ഇത്തിരി കട്ടിയിലല്ലേ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിന്റെ മീതെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇത് ഒന്ന് മറിച്ചിടാം കേട്ടോ ഊത്തപ്പത്തിന്. ഇത് മറിച്ചിടുമ്പോൾ വളരെ പതുക്കെ ശ്രദ്ധിച്ച് മറിച്ചിടണേ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ കട്ടകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഊത്തപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയും മണവുമുള്ള ഊത്തപ്പം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക് യു.